ഒരു വലിയ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും. തലശ്ശേരിയിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള്. അവിടെ കുട്ടികൾക്ക് തട്ടടാൻ പാടില്ല, കുട്ടികളെ ജുമാക്കും കൂടി പറഞ്ഞേക്കൂല. വലിയ വിവാദം, ആളുകൾ അങ്ങോട്ട് സമരം ഇങ്ങോട്ട് സമരം, പെണ്ണുങ്ങളെ സമരം. എന്തിനായി സമരം ചെയ്യണേ? അച്ചായന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഈ സ്കൂളിന്റെ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു. അവർ സർക്കാരിന് ഒരു ഗ്രാന്റും വാങ്ങാത്ത പ്രൈവറ്റ് സ്ഥാപന, അവരൊന്നും ചെയ്യാൻ സാധിക്കൂല. എന്നിട്ട് PTA മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ, അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം, മക്കനിയും മത്തിയും? ആരാ മാപ്പിള കുട്ടികളെ ചോദിക്കണേ? എന്നിട്ട് അവര് തമ്മിൽ അടിയായി. കുറച്ചാൾ ഇറങ്ങിപ്പോന്ന് എല്ലാരും കുട്ടികളെ പിൻവലിച്ച സ്കൂളങ്ങ് പൂട്ടും. 70% മാപ്പിള കുട്ടികളാണ് പഠിക്കുന്നത്. പല അച്ചായന്മാരെ സ്കൂളിൽ താങ്ങിയിരുന്നത് നമ്മളാണ്. ഇവിടുന്ന് വിളിച്ചു പറയാണ് മറ്റേ സ്കൂളിൽ ചേർക്കണം, ആ സ്കൂളിൽ ചേർക്കണം. ചോദിച്ചപ്പോൾ ഇവിടെ നല്ല എഡ്യൂക്കേഷനാണ്. എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ? ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ? ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അതിന്റെ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. നിസ്കരിക്കാൻ വരെ സൗകര്യമില്ല. ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു, എന്റെ മോള് +2 പഠിക്കാണ്, രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയൊന്നും തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് 100 അസറൊന്നും നിസ്കരിക്കാൻ പറ്റൂല. മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അങ്ങനെ അന്യ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2, ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോ എന്ന് അള്ള ചോദിക്കുക? നിന്റെ കുട്ടി 100 സ്കരിച്ചോ അസംസ്കരിച്ചോ? നിന്നോടും ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്താ പറയുക, പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് ഇടാൻ വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കിയ ആ കുട്ടിയുടെ പിതാവിനോടൊക്കെ നമുക്കൊരു സഹതാപം തോന്നും. അവരുടെ ഒന്നും ഒരു കുറ്റവുമല്ല. അവരൊക്കെ ഇതില്ലാതെ സ്കൂളിൽ പോകണം